സിനിമ ആ, ചെറുതാണെങ്കിൽ ഈ ഭയങ്കര ബഹളമൊന്നും ഇല്ലാത്ത സിനിമകളാണെങ്കിൽ നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയൊന്നും വേണ്ട. ഉം. നമ്മളത് ഈ നോട്ട് ബുക്കിലൊക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന ഷോട്ടുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഞാൻ മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ ഇത് വെട്ടും തിരുത്തുന്നില്ലാണ്ട് ബഹളമൊന്നുമില്ലാത്ത സിനിമയാണ് ചില. ഇതിപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു സിനിമയാണ്. കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു സിനിമയാണ്. അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഇമോഷണൽ സിനിമയാണ്. അപ്പോൾ തന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നോട്ട് ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. പ്രിൻ്റ് ഔട്ടൊന്നും എടുത്തിട്ടില്ല, മറ്റത് PDF ആക്കിയിട്ടില്ല. അത് എടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവാം. പിന്നെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാറുണ്ട്. ഇങ്ങനെ വേറെ ഒരു കുറച്ച് പേപ്പറിലേക്ക് എഴുതി സൗകര്യത്തിന് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത 6ാമത്തെ ദിവസത്തെ ഷൂട്ടിനുള്ള ഇതാണത്. ഒരു ദിവസത്തെ ഷൂട്ടിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതാണ് സ്ക്രിപ്റ്റ്. വേറെ കുറച്ച് ഭാഗം എഴുതിയിട്ട് ഒരു 14 പേജുണ്ട്. അതിങ്ങനെ എഴുതി നമ്മളത് ഈ അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങുന്ന ആദ്യ ദിവസത്തിൻ്റെ ഒരു എടുക്കാൻ പോകുന്ന സ്ക്രിപ്റ്റാണത്. എടുക്കാവുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ എഴുതി വേറൊരിതിലേക്ക് എഴുതി ഇട്ട് അതിങ്ങനെ മാർക്ക് ചെയ്ത് പോകും. അപ്പം കൂടുതൽ സൗകര്യമാണ്. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കാം. കുറച്ചും കൂടി സൗകര്യമാണ്. എന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ അധികവും കഴിഞ്ഞ നമ്മൾ ആന്തോളജി സിനിമയ്ക്ക് ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, PDF ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ചെറിയ സിനിമയാണ്. ഇതൊരു 50ന് മുകളിൽ സീനുള്ള 53, 54 ഓളം സീനുള്ള ഒരു സിനിമ. 55 സീനുകളുണ്ട്. 55 56 സീനുണ്ട്. ഇനി ഒരു സീൻ കൂടി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 56 സീനുള്ള ഒരു സിനിമയാണ്. ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സിനിമ. 1.5 മണിക്കൂറിന് മുകളിൽ വരുന്നതാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ സിനിമയായ കാരണം നമുക്കതെന്ന് വെച്ചാൽ ഒരു സ്ലോവിൽ പോകുന്ന ഒരു രീതിയിലാണ് നമ്മളിത് മേക്ക് ചെയ്യണത്. ഫാസ്റ്റ് കട്ടിങ്ങൊന്നും ഇല്ലാണ്ട് സ്ലോവിൽ പോകുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 6 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു 22 മിനിറ്റോളം സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് റഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കൂടിയും ഷൂട്ട് ഉണ്ടാവാനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കഴിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഒരു ചെറിയ സിനിമയാണെങ്കിൽ നമുക്കതിങ്ങനെ ഒരു PDF ഒന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ ആർട്ട് ഡയറക്ടർക്ക്, കോസ്റ്റ്യൂമർക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് നന്നാവും. അപ്പോൾ PDF ആക്കിയിട്ട് എല്ലാവർക്കും ഓരോ കോപ്പി. അതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ എല്ലാവർക്കും സിനിമയെക്കുറിച്ച് ധാരണ ഉണ്ടാവും. പിന്നെ നമ്മുടെ സിനിമയെക്കുറിച്ച് എല്ലാവർക്കും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കും, കോസ്റ്റ്യൂമർക്ക്, അതേപോലെ ആർട്ട് ഡയറക്ടർക്ക്, അസോസിയേറ്റഡ് ആൾക്കൊക്കെ അത് കൊടുത്തെന്ന് വെച്ചാൽ അവർക്ക് സിനിമ അടുത്ത് എന്താണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ധാരണ അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് മാത്രം അറിയണ്ടാവുള്ളൂ. പിന്നെ നമ്മളും ചിലപ്പോൾ ക്യാമറമാൻ അറിയണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളായത് കാരണം പലവട്ടം ഈ സിനിമ അവരോടൊക്കെ ചർച്ച ചെയ്തത് കാരണം അവർക്ക് ഏറെക്കുറെ എഡിറ്റർക്കും ക്യാമറമാനും 2 ക്യാമറയുണ്ട്. അവർക്ക് 2 പേർക്കും ഇത് പിന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ഇതാണ് കഥ എന്നുള്ളത് അവർക്കറിയാം. എടുക്കാൻ പോകുന്നത് നമുക്ക് തലേ ദിവസം നമ്മൾ അവരോട് ഇങ്ങനെ പറയുന്നത് ഇന്നതാണ് എടുക്കുന്നത്, ഇന്ന സീനിനെ അവിടെ അവസാനിപ്പിച്ചിട്ട് ഇന്ന സീനിൽ ഇവിടെ തുടങ്ങുന്നതാണ്, ഓപ്പണിങ് ഇങ്ങനെ ആവുമെന്നൊക്കെ നമ്മൾ അവരോട് പറയും. പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന സനൂജ അല്ലെങ്കിൽ വിഷ്ണു ബാലകൃഷ്ണൻ, അതുപോലെ അവർക്കൊക്കെ എടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അവരെ ഇങ്ങനെ വാട്സാപ്പ് ചാറ്റിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ പറയും നാളെ ഇന്നതാണ് എടുക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ സീനിൻ്റെ തുടർച്ചയാണ്, അപ്പോൾ കോസ്റ്റ്യൂം ഇന്നതാണ് വേണ്ടി വരിക, അതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരും അത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും എന്താണ് നാളത്തെ ഏതാണ് ഡ്രസ്സ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇന്നതാണെന്ന് പറയുമ്പോൾ അവർക്കും പിന്നെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഈ സിനിമ ഒരു ചെറിയ സിനിമയായ കാരണം, വലിയ കുറേ പിന്നെ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത സിനിമയായ കാരണം എല്ലാവർക്കും കഥയെ കുറിച്ച് ഒരു ധാരണ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതേപോലെ എന്താ എടുക്കാൻ പോകുന്നതിൻ്റെ ധാരണ എല്ലാവർക്കും ഉണ്ട്. ഈ വലിയ സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും
അതിൻ്റെ PDF ആക്കി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാവർക്കും ഓരോ കോപ്പി കൊടുക്കുന്നത് നന്നാവും. ഷോർട്ട് ഫിലിമുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഇങ്ങനെയാകുമ്പോൾ സാമ്പത്തിക അതിന് ചിലവാക്കേണ്ട പൈസയും കൂടി നമ്മളിങ്ങനെ സേവ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് PDF ആക്കേണ്ടതും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതിൻ്റെയൊക്കെ അതിന് കുറച്ച് ഒരു 3000-4000 രൂപയൊക്കെ അടുത്ത് വരും. 3000 രൂപ എന്തായാലും വരും. അപ്പോൾ നമ്മളതടക്കം ഇത് സേവ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇടങ്ങൾ എന്നുള്ള സിനിമയുടെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ഇതിൻ്റെ 5 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി പിന്നെ 6-ാമത്തെയും 7-ാമത്തെയും 2 ദിവസം ഷൂട്ട് അടുത്ത ആഴ്ചയാണ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഒരു ദിവസം കൂടി അതിന് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ഒരു മേക്കിംഗ് രീതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.